ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദരീ സഹോദരന്മാരോടാണ് തുടർന്നുള്ള ഈ സന്ദേശം. നമ്മൾ ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസനവും ഈ രാജ്യത്തിൻ്റെ നന്മയുമാണ് ആഗ്രഹിക്കേണ്ടത്. ഇരമ്യാ പ്രവാചകനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ദൈവം നിങ്ങളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു, അത് ബാബിലോണിലായാലും അവിടെ നിങ്ങൾ വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്നവർ പോലും നമ്മുടെ സ്നേഹിതന്മാരായി തീരും. ഭാരതത്തിലെ പഴയ രാജാക്കന്മാർ എപ്പോഴും ക്രൈസ്തവ മതത്തെയും ക്രൈസ്തവ മാർഗത്തെയും ക്രിസ്തുവിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയും ക്രൈസ്തവരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിൽ. പലപ്പോഴും ഇവർ സുവിശേഷ വിരോധികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്തിയ ഒരു സംഘമാണ് ഭാരതീയ ജനതാ പാർട്ടി. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നൈജീരിയയിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് ആരാണ്? മിഡിൽ ഈസ്റ്റിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് ആരാണ്? അവിടുത്തെ പീഡനം എങ്ങനെയുള്ളതാണ്? അവിടെ കൊല്ലുകയാണ് ആൾക്കാരെ, സഭകളെ തീയിലിട്ട് ചുട്ടുകളയാണ്. ആ പീഡനങ്ങൾ നടത്തുന്നത് ആരാണ്? തീവ്രവാദികൾ. സാധാരണ മുസ്ലിംസ് അല്ല കേട്ടോ, തീവ്രവാദികളാണ് അത് നടത്തുന്നത്. ആ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഇടതിനും വലതിനും ഇനി നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദി സംഘടനയാണ്. വേദപുസ്തകം വിശ്വസിക്കുന്ന അബ്രഹാമിൻ്റെ മകനായ യാക്കോബിൽ, അവൻ്റെ സന്തതിയിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഹമാസിനെയോ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെയോ അനുകൂലിക്കാനായിട്ട് സാധിക്കും. ഈ കൂട്ടങ്ങൾ ഇടതായാലും വലുതായാലും ഫോളോ ചെയ്യുന്നത് ഹോമോസെക്ഷുവാലിറ്റീസ്, അബോർഷൻ, ടെററിസം, ഡ്രഗ്സ്, ആൽക്കഹോളിസം ഇതുപോലെയുള്ള പാപങ്ങളാണ്. നമ്മൾ പറയും ഹിന്ദുത്വം നമുക്കെതിരെയാണ്, ഹിന്ദുക്കൾ നമുക്കെതിരെയാണ്. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മദ്യപാനം, അഴിമതി, തീവ്രവാദം, ഹോമോസെക്ഷുവാലിറ്റീസ് ഇതും നമുക്കെതിരെയല്ലേ? ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് മാത്രമേ ഉള്ളൂ. ചൈനയിൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണോ ചൈനീസ് ഗവൺമെൻറ്? അവിടെ ക്രിസ്ത്യാനിറ്റി പെർമിറ്റഡ് അല്ല, ഇസ്ലാം പെർമിറ്റഡ് അല്ല, മതസ്വാതന്ത്ര്യമില്ല. കമ്മ്യൂണിസ്റ്റാണ് അവിടെ ഭരിക്കുന്നത്. ഇനി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെ എന്താ മതസ്വാതന്ത്ര്യമുണ്ടോ? ഒരു വ്യക്തി ഇസ്ലാം ത്യജിച്ചിട്ട് ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ അവർ വധശിക്ഷയ്ക്കാണ് വിധിക്കുന്നത്. ഡെത്ത് പെനൽറ്റിയാണ് ആ വ്യക്തിക്ക് അവർ കൊടുക്കുന്നത്. അങ്ങനെയുള്ള പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മാർഗം, നമ്മുടെ മതം, നമ്മുടെ ഭക്തി പ്രാക്ടീസ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആണ് ഹിന്ദുക്കൾ തന്നിരിക്കുന്നത്. എപ്പോഴും ഓർക്കുക, ഗവൺമെൻറ് മാറും, ഗവൺമെൻറ് മാറിയാലും നമ്മളെപ്പോഴും ഹിന്ദുക്കളുടെ ഇടയിലായിരിക്കും. നമ്മളെ ടാർഗറ്റ് ഓഡിയൻസും ഹിന്ദുക്കളാണ്. അവരോടല്ലേ നമ്മൾ സുവിശേഷം പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരെ വെറുപ്പിക്കുകയും അവരുടെ ദൈവങ്ങളെ പറ്റി അപവാദം പറയുകയും അവരുടെ നേതാക്കന്മാരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയും അവരെ നമ്മുടെ ശത്രുക്കളാക്കി നമ്മൾ തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക്
സുവിശേഷ വേല ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്താണ് സുവിശേഷം? കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് തൻ്റെ ജീവനെയാണ് കൊടുത്തത്. അതാണ് സുവിശേഷം. ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റ്മെൻറ്റ്, സ്നേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അതുമൂലം ജീവനെ വരെ കൊടുക്കാൻ തയ്യാറായ മിഷണറിമാരാണ് നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. പുറമേ നിന്ന് വരുന്ന മിഷണറിമാരെക്കാളും അകമേയുള്ളവരാണ് കൂടുതൽ പ്രാധാന്യത അർഹിക്കുന്നത്. ഗ്രാം സ്റ്റെയിൻസിനെ വെച്ച് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ നമ്മളെ വോട്ട് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കറിയോ ഈ ഗ്രഹാം സ്റ്റെയിൻസ്, അവരുടെ ഭാര്യ, ആ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്ന വ്യക്തികളെക്കുറിച്ച് എന്താണ് ആഗ്രഹിച്ചതെന്ന് അവർക്കറിഞ്ഞൂടാ. കാരണം അവരുടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കും ആ മർമ്മം അറിഞ്ഞൂടാ. അവരാഗ്രഹിച്ചത് ഇവരൊക്കെ യേശു ക്രിസ്തുവിനെ അറിയണമെന്ന്, സ്നേഹിക്കുന്ന യേശുവിനെ അറിയണമെന്നാണ്. അവർ ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ആ വ്യക്തി പിന്നീട് യേശുവിനെ അറിഞ്ഞു എന്നും നമുക്കറിയാനായിട്ട് സാധിക്കും. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും കഷ്ടം അനുഭവിക്കാനും കഷ്ടത്തിലും ദൈവത്തെ സന്തോഷിക്കാനും വിളിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. ഈ ഹിന്ദുക്കളാണ് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുക. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരോട് നല്ല രീതിയിൽ നമ്മൾ ഇടപെടണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ പലരുടെയും ഹൃദയം ദൈവം തുറക്കും. നമ്മൾ ഈ സുവിശേഷം പല പ്രാവശ്യം പ്രസംഗിക്കുന്നത് കൊണ്ടല്ല ദൈവം മനുഷ്യരുടെ ഹൃദയത്തെ തുറക്കുന്നത്. നമ്മുടെ കർത്താവായ, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ആ സൽപ്രവൃത്തികൾ നമ്മൾ മൂലം വെളിപ്പെടുമ്പോഴാണ് ഇവരിൽ പലരും മാനസാന്തരപ്പെടുന്നത്. അയ്യോ, ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഇവർ വാസ്തവത്തിൽ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയാണ് ഹിന്ദുക്കൾ നമ്മളെക്കുറിച്ച് പറയേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി തീരുന്നത്. അപ്പോഴാണ് നമ്മൾ ക്രൂശിൻ്റെ സാക്ഷികളായിത്തീരുന്നത്. അപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ഫ്രേഗ്രൻസ്, സുഗന്ധം, സ്നേഹം നമ്മളായിരിക്കുന്ന ഇടത്തെല്ലാം പരത്തുന്നത്. അപ്പോൾ ഇവരെ ഭയപ്പെടുന്നതിനേക്കാളും ഇവരെ സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും കൂടി ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പല അനുഭവങ്ങൾ, എനിക്ക് തിക്തമായ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും കർത്താവിനോട് പറഞ്ഞത് നീ ഇവരെ സ്നേഹിക്കണമെന്നാണ്. ഇവരെ ശുശ്രൂഷിക്കണം, ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ സഹായിക്കണം, ഇവരെ നീ ബഹുമാനിക്കണം എന്നാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും സുവിശേഷത്തിലേക്ക് നയിക്കാനും മറ്റുള്ളവരെ. ഇതൊക്കെ കിട്ടിയത് സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയായിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഇവരെ ഭയപ്പെടുന്നതിനേക്കാളും ഇവരെ സ്നേഹിക്കുക, ഇവരെ കർത്താവിലേക്ക് നേടാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വിരോധികളാണ് എന്ന് പറഞ്ഞ് നമ്മളിവരെ ലേബിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, കർത്താവായ യേശു ക്രിസ്തു സോഷ്യലിസ്റ്റ് ആയിരുന്നു, കർത്താവായ യേശു ക്രിസ്തു ഹിന്ദുത്വയായിരുന്നു. ഇത് മൂന്നും അല്ലല്ലോ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവമാണ്, സത്യമാണ്, വഴിയാണ്, ജീവനാണ്. ആ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരുന്ന, തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്ന, അഴിമതിക്ക് എതിരെ നിൽക്കുന്ന ഏത് പാർട്ടിയായാലും അതിൻ്റെ ഏത് ആശയമായാലും അവർക്ക് വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാം. അതുകൊണ്ട് അയ്യോ ഇവരൊക്കെ തീവ്ര ഹിന്ദുക്കളല്ലേ, ഇവർ നമ്മളെ പീഡിപ്പിക്കുമോ? അല്ല, നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും വേറെ ആൾക്കാർ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കും, എന്നാലും അവർ പീഡിപ്പിക്കേണ്ടതാണെങ്കിൽ. അതേസമയം അവരുമായിട്ട് നല്ല ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണെങ്കിൽ
ഇരമ്യാവ് നെബൂഖദ്നേസറിനോട് കർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ദാനിയേൽ നെബൂഖദ്നേസറിനോട് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ അവൻ്റെ മന്ത്രിമാരിൽ ഒരു പ്രമുഖനായ മന്ത്രിയായി തീർന്നതുപോലെ നമുക്കും മോദിജിയോട് വരെ ഈ സുവിശേഷം പറയാം. എനിക്ക് വളരെ സങ്കടം തോന്നി. വ്ളാഡിമിർ പുടിൻ വലിയൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ രാജ്യത്തിൻ്റെ രാജാവ് മാതിരി ആയിരിക്കുന്ന ഒരു പ്രസിഡൻ്റാണ്. അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നു. ഭാരതത്തിലെ നമ്മുടെ നരേന്ദ്രമോദിജി വളരെ സ്നേഹപൂർവ്വം അവരെ ശുശ്രൂഷിച്ചു, സൽക്കരിച്ചു. അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, യുക്രൈനുമായിട്ട് സമാധാനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവത്ഗീത കൊടുത്തു. സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥം ഏതാണ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയെക്കാളും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ വേദപുസ്തകം. റഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഭഗവത്ഗീത മോദിജി അവർക്ക് കൊടുത്തപ്പോൾ സാൻസ്ക്രിറ്റിലുള്ള ഒരു ബൈബിൾ തിരിച്ചു കൊടുക്കാൻ വ്ളാഡിമിർ പുടിൻ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, അതിൻ്റെ എന്താ പറയുക, ഒരു രീതി പറഞ്ഞാൽ അതിൻ്റെ ഒരു രാജാവ്, അവരുടെ കയ്യിൽ ആ ബൈബിൾ ഇല്ലായിരുന്നു. കൊടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു ആശയമേ ഉദിച്ചില്ല. കാരണം എന്താണ്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ യുക്രൈനോട്. കർത്താവ് എന്താ പറഞ്ഞത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സമാധാനം നമ്മുടെ സഭകളിലുണ്ടോ? നമ്മുടെ സഭകളിലേക്ക് ഒരു ഹിന്ദു കടന്നു വരികയാണ്. എന്തിനാണ് അവൻ വരുന്നത്? അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ അവന് ദൈവത്തെ അറിയണം, അതിനാണ് വരുന്നത്. പക്ഷെ അവൻ വരുമ്പോൾ ഇവിടെ അടിപിടിയാണ് കാണുന്നത്. പോലീസ് വരെ വരുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ സൊസൈറ്റിയിൽ പോലീസ് വരില്ല. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാൻ അറിയാം. പോലീസ് ഇടപെടേണ്ട ഗതികേട്, ഇതൊന്നും വരാൻ പാടില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ഞാനൊരു കൊച്ചു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്, ഒരു കൊച്ചു സഭ. അവിടെ ഇതേപോലെ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ വികസിച്ചിട്ട് നമ്മൾ തമ്മിൽ അടിയാകും എന്നുള്ളൊരു അവസ്ഥയായപ്പോൾ ഞാൻ അവിടുന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ. കാരണം ചിലപ്പോൾ അടി ഉണ്ടാക്കിയാൽ ഞാൻ ജയിച്ചെന്നിരിക്കും. ഞാൻ അവിടുത്തെ എക്സിസ്റ്റിംഗ് പാസ്റ്ററാണ്. ചിലപ്പോൾ വഴക്കുണ്ടാക്കിയാൽ, അടിയെന്ന് പറഞ്ഞാൽ വഴക്ക്, വാഗ്വാദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും, ഞാൻ ചിലപ്പോൾ അവരെ തോൽപ്പിച്ചെന്നിരിക്കും. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കിട്ടുമോ? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമോ? ദൈവസഭയാണ് കൂടുതൽ പ്രധാനം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തോ. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള മനോഭാവമാണ് വേണ്ടത്. നമുക്ക് ആർക്കും രാജാവേണ്ട കാര്യമില്ല, ദൈവമാണ് രാജാവ്. ഇതറിയുന്നത് കൊണ്ടാണ് ദാവീദ് ഒരിക്കലും രാജാവാകാൻ ശ്രമിക്കാഞ്ഞത്. ദാവീദിന് എന്താ, ലീഡർഷിപ്പ് കഴിവില്ലാത്തതാ? ഏറ്റവും അവിടെ ലീഡർഷിപ്പ് കഴിവുള്ള വ്യക്തിയായിരുന്നു ദാവീദ്. പക്ഷെ അവൻ സ്വന്തം കഴിവുകൊണ്ട് രാജാവാകാൻ ശ്രമിച്ചില്ല. ശൗല് അഭിഷക്തനായിട്ട് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം. വൈ? കാരണം അവനറിയാം ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, ഇത് ഒരു മൈക്രോ കോസമാണ്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഫൈറ്റിൻ്റെ അതൊരു വലിയൊരു മാക്രോ കോസം എന്ന് പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഒരു വഴക്ക് അത് മൂർച്ഛിച്ച് അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു തലത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനത് അനുവദിക്കരുത്, അവിടുന്ന് മാറിപ്പോവാം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളെ ഉപദ്രവിച്ചിട്ട് ആരെങ്കിലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോയാൽ അവർ കുറച്ചുകൂടെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ രാഷ്ട്രത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിവിടെ സാക്ഷികളായിരിക്കണം, നല്ല സാക്ഷികളായിരിക്കണം. നമ്മൾ നല്ല സാക്ഷിയായിട്ട് നല്ല വെളിച്ചം കൊടുക്കുന്ന ഒരു നല്ല ലൈറ്റ് ടവർ മാറി നിൽക്കുകയാണെങ്കിൽ ഗതി കിട്ടാത്ത, എന്താണ് വഴിയെന്ന് ഏതാണ് വഴിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഷിപ്പുകളുണ്ടാവും, വലിയ വലിയ ഷിപ്പുകൾ.
നമ്മൾ വെളിച്ചമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നാൽ മതി. പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന